ഹായ് ഫ്രണ്ട്സ്, നമുക്കിന്ന് വളരെ എളുപ്പത്തിൽ തയ്യാറാക്കാവുന്ന ഒരു ചിക്കൻ കറി വെക്കാം. വളരെ എളുപ്പത്തിൽ എന്ന് വെച്ചാൽ ബാച്ചിലേഴ്സിനും ഒക്കെ പ്രത്യേകം ചെയ്യാവുന്ന ഒരു തരം ചിക്കൻ കറി. വളരെ ഈസി ആയിട്ട് ചെയ്യാൻ പറ്റും. ഇപ്പോൾ ഗസ്റ്റ് വന്നാലും പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന ഒരു ചിക്കൻ കറി. അതിനുവേണ്ടി നമ്മൾ 1 കിലോ ചിക്കൻ എടുത്തിട്ടുണ്ട്. അപ്പം അതിനകത്ത് ഞാൻ 1 സ്പൂൺ ഉപ്പ് ഇട്ടിട്ടുണ്ട്, നിങ്ങൾക്ക് ആവശ്യമുള്ള ഉപ്പ്. അപ്പോൾ അതിന് നമുക്ക് എന്തൊക്കെ ചേരുവകൾ വേണം നോക്കാം. അപ്പോൾ ഞാൻ 2 ടേബിൾ സ്പൂൺ കാശ്മീരി മുളക് പൊടിയാണ് എടുത്തത്. നിങ്ങൾക്ക് സാധാ മുളക് പൊടി വേണമെങ്കിലും എടുക്കാം, അത് 1 സ്പൂൺ എരിക്കനുസരിച്ച്. പിന്നെ മല്ലിപ്പൊടി 1 സ്പൂണ്, മഞ്ഞൾപ്പൊടി 1/4 ടീസ്പൂൺ, ഞാൻ കുരുമുളക് പൊടി കുറച്ചേ എടുത്തിട്ടുള്ളൂ. പിന്നെ ഗരം മസാല 1 ടേബിൾ സ്പൂൺ. പിന്നെ ഞാൻ 4 സവാള അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. പിന്നെ 2 തക്കാളി അരിഞ്ഞത്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് കേട്ടോ, ചതച്ച് വെക്കണേ, കറിവേപ്പില, 1 പച്ചമുളക് അരിഞ്ഞത്. പിന്നെ നമുക്ക് വേണ്ടത്, ഇത് നമുക്ക് സോട്ട് ചെയ്ത് വെക്കാം. ജസ്റ്റ് ഞാൻ 1 സ്പൂൺ തൈര് എടുത്തിട്ടുണ്ട്. നിങ്ങൾക്ക് തൈര് അല്ലെങ്കിൽ നാരങ്ങ നീര് എടുക്കാം. എന്ന് വെച്ചാൽ ഈ നമ്മുടെ ചിക്കൻ നല്ല സോഫ്റ്റ് ആവും. ഇത് ഞാൻ ഉപ്പിട്ടിട്ടുണ്ട്, ഇപ്പോൾ ഈ തൈര് ഇട്ടിട്ടുണ്ട്. പിന്നെ നമുക്ക് ആവശ്യത്തിന് കുറച്ച് പൊടികളൂടെ ഇതിനകത്ത് ചേർക്കാം. ഒരു 1/4 ടീസ്പൂൺ മുളക് പൊടിയും, പിന്നെ ഗരം മസാലയും, പിന്നെ മഞ്ഞൾപ്പൊടിയൂടെ ചേർത്ത് നമുക്ക് നല്ലതുപോലെ ഇളക്കി സോർട്ട് ചെയ്ത് ഒരു 10 മിനിറ്റ് വെക്കാം. ഈ സ്റ്റെപ്പ് വേണമെങ്കിൽ നിങ്ങൾക്ക് സ്കിപ്പ് ചെയ്യാം. പക്ഷേ ഇങ്ങനെ നമ്മൾ ചിക്കൻ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ്. നല്ല ഉപ്പ് എരിയൊക്കെ പിടിച്ച് ഈ ചിക്കൻ പീസൊക്കെ നല്ല സോഫ്റ്റ് ആയിരിക്കും കേട്ടോ. ചില ചിക്കൻ കറിയൊക്കെ വെച്ച് നമുക്ക് നല്ല ഹാർഡായിരിക്കുമല്ലോ. അതിന് വേണ്ടിയാണ് ഞാൻ 1 സ്പൂൺ തൈര് ചേർത്തത്. കൂടുതൽ ചേർക്കണ്ട. പിന്നെ വേണമെങ്കിൽ തൈര് സ്കിപ്പ് ചെയ്യണമെങ്കിൽ നമുക്ക് നാരങ്ങ നീര് വേണമെങ്കിൽ ചേർക്കാം. അപ്പോൾ ഇത് നല്ലതുപോലെ ഒന്ന് പൊരിയൊക്കെ ഇടിക്കാൻ വേണ്ടി നമുക്ക് ഫ്രിഡ്ജിൽ വെക്കുകയോ പുറത്ത് വെക്കുകയോ ചെയ്യാം. 10 മിനിറ്റെങ്കിലും മിനിമം വെക്കണം. ഞാനത് കുറച്ച് കറിവേപ്പിലൂടെ ആഡ് ചെയ്യാമേ, അപ്പോൾ അതിൻ്റെ ഒരു മണവും കളിക്കും. അപ്പോൾ ഇതെല്ലാം നല്ലപോലെ സോർട്ട് ചെയ്ത് വെച്ചു. ഇനി നമുക്ക് ഉള്ളി ഒക്കെ വഴറ്റിയെടുക്കാം കേട്ടോ. ഇത് ഫ്രിഡ്ജിലോട്ട് നമുക്ക് വെക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മൾ സോർട്ട് ചെയ്ത ചിക്കൻ ഫ്രിഡ്ജിലോട്ട് വെച്ചു. ഇനി നമുക്ക് വേണ്ടത് പാൻ അടുപ്പയിൽ വെച്ചു. ഞാനൊരു 3 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചു. നാടൻ ആട്ടിയ വെളിച്ചെണ്ണയാണ്, അത് ഒഴിച്ചു. അത് കഴിഞ്ഞ് നമുക്ക് ഈ സവാള നല്ലതുപോലെ വഴറ്റിയെടുക്കാം. ഈ സവാള നല്ലതുപോലെ വഴറ്റിയാലാണ് കറി നല്ല തിക്ക് ഗ്രേവി ആയിട്ട് വരുന്നത്. അപ്പം അതിനൊരു പിച്ചിക്കും കാണിക്കണ്ട കേട്ടോ, നല്ലതുപോലെ വഴറ്റിയെടുക്കണം. സമയമെടുത്ത് ക്ഷമയോടെ നമ്മൾ വഴറ്റുകയാണെങ്കിൽ അത്രയും കറി നല്ല ടേസ്റ്റിയായി. ഓക്കെ, ഇതിനകത്ത് വേണമെങ്കിൽ നമുക്ക് ഇച്ചിരി ഉപ്പ് കൂടിയിട്ട് വഴറ്റിയാൽ പെട്ടെന്ന് വഴന്നു കേട്ടോ. അപ്പോൾ നല്ലപോലെ ഗോൾഡൻ കളറ് തിരി വഴറ്റണം. നമ്മൾ ഓൾറെഡി ഉപ്പ് ഞാൻ ചിക്കനകത്ത് ഇട്ടിട്ടുണ്ട്. ഞാൻ കുറച്ച് ഉപ്പ് കൂടി ഇതിനകത്ത് ആഡ് ചെയ്യുകയാണ്. പെട്ടെന്ന് ചിക്കൻ വഴന്ന് കിട്ടും. അപ്പം നല്ല ഗോൾഡൻ കളറാവട്ടെ. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ സവാളയൊക്കെ ഒന്ന് നല്ല ഗോൾഡൻ കളറായി. ഇനി നമുക്ക് വേണ്ടത് ഈ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ആഡ് ചെയ്യണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്. അപ്പോൾ ഈ സവാള ഒന്ന് വഴേണ്ടുന്ന സമയമേ ഉള്ളൂ വേണ്ടി വരാം. അപ്പോൾ പെട്ടെന്ന് ആവും. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റിൻ്റെ പച്ചമണം മാറുന്നവരെ നല്ലപോലെ വഴറ്റിയെടുക്കും. അല്ലെങ്കിൽ അത് കുത്തുമണം വരും. അപ്പോൾ അത് നല്ലതുപോലെ ഒന്ന് വാടിക്കഴിഞ്ഞ് നമുക്ക് എന്താ ചെയ്യണം അറിയോ, പച്ചമുളക്, കറിവേപ്പില ഒക്കെ ഇടാം. ഒന്ന് നല്ലതുപോലെ ഒന്ന് പാടട്ടെ. ഇനി നമുക്കിതുപോലെ നല്ല വഴറ്റിയെടുക്കണം നമ്മുടെ തക്കാളി. സാധാരണ ഞാൻ ഈ മസാല ഇട്ടിട്ടാണ് തക്കാളി ഇടുന്നത്, പക്ഷേ ഇതൊരു സ്പെഷ്യൽ കറിയാണ്. തക്കാളി നല്ലതുപോലെ വെന്ത് ആ ഗ്രേവി നല്ല കൊഴുകൊഴാനുള്ള ഗ്രേവി വേണം. അപ്പോൾ അതുകൊണ്ട് നമുക്ക് തക്കാളി ഇട്ട് നല്ലതുപോലെ ഒന്ന് വഴറ്റി വേവിക്കണം. അപ്പോൾ ആദ്യം ഒഴിച്ച എണ്ണ നമ്മൾ ഒഴിച്ചിട്ടുള്ളൂ, പിന്നെ നമ്മൾ ഒഴിച്ചിട്ടില്ല എണ്ണ. ഹായ് ഫ്രണ്ട്സ്, അപ്പോൾ നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് എല്ലാം നല്ലതുപോലെ ഒന്ന് വാടി നല്ല കുത്തുമണമൊക്കെ പോയി. അപ്പോൾ നമുക്കിനി വേണ്ടത് തക്കാളി ആഡ് ചെയ്യണം. ഞാൻ 2 ചെറിയ തക്കാളിയാണ് എടുത്തത്.
2 3 തക്കാളി എടുക്കുക. തക്കാളി എടുത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റി ഇതിനകത്തോട്ട് ഇങ്ങ് ചേരുമ്പം നല്ല തിക്ക് ഗ്രേവി ആയിട്ട് നമുക്ക് കിട്ടും. അപ്പോൾ തക്കാളി ഒന്ന് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. നമുക്ക് ഒന്ന് അടച്ചിട്ടേക്കാം. ഇതിനകത്ത് ആ എണ്ണയുടെ ഇതുണ്ട്, അടച്ചിട്ട് വേവട്ടെ. ഇടയ്ക്കിടയ്ക്ക് ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. അപ്പോൾ നമ്മുടെ തക്കാളി എല്ലാം നല്ലതുപോലെ വാടി വെന്ത് അപ്പോൾ ഒരു പരുവായി കഴിയുമ്പോൾ നമുക്കെന്തൊക്കെയാണെന്ന് അറിയൂ, ഈ മസാലകൾ നമ്മൾ എടുത്ത് വെച്ച മസാലകളില്ലേ അതെല്ലാം ഇതിനകത്തോട്ട് ആഡ് ചെയ്യണം. തിരി കുറച്ച് വെക്കുകയോ ഓഫ് ചെയ്യുകയോ ചെയ്യണം, അല്ലെങ്കിൽ മസാലകളെല്ലാം കരിയും. ഇത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കാം. ഞാനിപ്പോൾ ഓഫ് ചെയ്ത് കേട്ടോ, എന്ന് വെച്ചാൽ അല്ലെങ്കിൽ നമ്മുടെ മസാലകൾ കരിഞ്ഞു പോയാൽ അതിൻ്റെ കറിയുടെ എല്ലാ ഗുണവും പോകും. അപ്പം ഞാൻ ഓഫ് ചെയ്ത് ഇതിൻ്റെ നല്ല തീ ഉണ്ടായിരുന്നു, അതിൻ്റെ ആ ഇത് വെച്ച് അതൊന്ന് വാടും. ഇതിൻ്റെ ആ പച്ചമണം കംപ്ലീറ്റ് മാറും. അപ്പം നമ്മുടെ മസാലകളെല്ലാം നല്ലതുപോലെ വാടി കഴിഞ്ഞു, എല്ലാം നല്ല ഇതായി കഴിഞ്ഞു. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയും, നേരത്തെ ഫ്രിഡ്ജിൽ വെച്ച് സോട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന ചിക്കനില്ലേ അതെല്ലാം എടുത്ത് ഇതിനകത്തോട്ടൊന്ന് ഇടണം. ഇട്ടിട്ട് ഈ മസാലയ്ക്കകത്ത് നല്ലതുപോലെ ഒന്ന് സോട്ട് ചെയ്യണം. സോട്ട് ചെയ്യട്ടെ. അപ്പോൾ മസാലയ്ക്കകത്ത് നല്ലതുപോലെ സോട്ട് ചെയ്ത് നമുക്കൊരു 2-3 മിനിറ്റ് ഇങ്ങനെ ഒന്ന് ഇട്ടേക്കാം. നമ്മൾ ഈ ചിലവരാണെന്നുണ്ടല്ലോ ചിക്കൻ കറി വെക്കുന്നതിന് മുമ്പ് ഫ്രൈ ചെയ്തെടുക്കും. ആ ഒരു സ്റ്റെപ്പായത്. അപ്പം നമ്മൾ ജസ്റ്റ് അത് ഫ്രൈ ചെയ്യുന്നില്ലെങ്കിലും ഈ മസാലയ്ക്കകത്ത് ഈ ചിക്കൻ ഒന്ന് പിടിക്കാൻ വേണ്ടി നമ്മളൊരു 3 മിനിറ്റ് ഇട്ടേക്കും. ഇത് കരിയത്തില്ല, ചെറിയ തീയിലിട്ടാൽ മതി. ഓൾറെഡി ഈ ചിക്കനകത്ത് വെള്ളം ഉണ്ടല്ലോ. അപ്പോൾ ഒരു 3 മിനിറ്റ് ഇട്ട് നമുക്ക് അടച്ച് വെച്ചേക്കാം. ഈ ഫ്രൈ പാൻ ആയതുകൊണ്ട് കരിയത്തില്ല. വേറെ ഈ അലുമിനിയം ഒക്കെ എടുക്കുവാണെങ്കിൽ ജസ്റ്റ് ഒന്ന് ഇളക്കി നിങ്ങൾ ഇട്ടേക്കണം കേട്ടോ, അല്ലെങ്കിൽ അത് ഇളക്കി ജസ്റ്റ് മസാല ഒന്ന് പിടിക്കാൻ വേണ്ടിയിട്ടാണേ. 3 മിനിറ്റ്. അപ്പോൾ ഒരു 3 മിനിറ്റ് നമ്മളിങ്ങനെ ഇട്ട് സോട്ട് ചെയ്തെടുക്കും. അപ്പം അടച്ചിട്ടേക്കുമായിരുന്നു ഞാൻ. ഒരു വിധമൊക്കെ നല്ലതുപോലെ ഉപ്പും മസാലയെല്ലാം നല്ലതായിട്ട് പിടിച്ച് കാണുമ്പോൾ തന്നെ അറിഞ്ഞൂടെ നല്ല സൂപ്പറാക്കി. എന്ന് ചിലപ്പോൾ ഈ നമ്മൾ ചിക്കൻ കറി വെക്കുമ്പോൾ വെളുത്തിരിക്കും, മനസ്സിലായോ? ഇതങ്ങനെ ഇരിക്കുമ്പോൾ തന്നെ കണ്ടോ നല്ല ചുമന്ന കളറിൽ ഒരു അട്രാക്ഷൻ കണ്ടില്ലേ. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയാം, ഇതിനകത്തുനിന്ന് വെള്ളം ഇറങ്ങി. എന്നാൽ തന്നെയും നമ്മൾ കുക്കറിലല്ല ഇടുന്നേ. അപ്പം വെള്ളം, തിളപ്പിച്ച വെള്ളം, നല്ല തിളച്ച വെള്ളം വേണം ഇതിനകത്ത് ഒഴിക്കാൻ കേട്ടോ. ഞാൻ 1 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ അത് നമുക്ക് ആഡ് ചെയ്യാം. ഇത് ചെറിയ തീയിലിരുന്ന് ഇങ്ങോട്ടിരുന്ന് വേവട്ടെ. എത്രയും നിങ്ങൾക്ക് ഗ്രേവി വേണോ അത്രയും വെള്ളം ആഡ് ചെയ്തോണേ. ഞാൻ 1 കപ്പ് വെള്ളം തിളപ്പിച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ നോക്കാം നമുക്ക്. ഞാൻ ഒരു 3/4 ഒഴിച്ചിട്ടുണ്ട്. ഇതിരുന്ന് ചെറിയ തീയിലിരുന്ന് തിളച്ച് കഴിഞ്ഞിട്ട് നമുക്ക് ഒരു മീഡിയം ഇതിലാക്കണം. ഇപ്പം തിളയ്ക്കുന്ന വരെ നമുക്ക് തീ കൂട്ടി വെക്കാം. ഓക്കെ, തിളച്ച് കഴിയുമ്പോൾ നമുക്ക് ലോയിലോ മീഡിയത്തിലോ വെച്ച് പതിയെ ലോ ഫ്ലെയിമിൽ വെച്ച് കഴിഞ്ഞാൽ ടേസ്റ്റും ആവും, മസാല എല്ലാം നല്ലതുപോലെ പിടിക്കും, തിക്ക് ഗ്രേവി വരും കേട്ടോ. ഇത് തിളച്ച് വരുന്നുണ്ട്. ഞാനിപ്പോൾ തിരി കൂട്ടിയിട്ടേക്കുവാണ്. കണ്ടോ, അപ്പോൾ തിളച്ചു. ഇനി നമുക്ക് എന്താ ചെയ്യണം അറിയോ, ഒരു മീഡിയം ഫ്ലെയിമിലേക്കാക്കാം, പിന്നെ കുറച്ച് ലോയിലേക്കാക്കാം. ഇതിന് നല്ലപോലെ നമ്മൾ ആ എണ്ണ തെളിഞ്ഞ് വരണം, മസാലയൊക്കെ നല്ലതുപോലെ പിടിച്ച് വരണം. കൂട്ടിയിട്ട് കഴിഞ്ഞാൽ പെട്ടെന്ന് വെള്ളം പറ്റുകയും ചെയ്യും, ടേസ്റ്റും വരത്തില്ല. ഓക്കെ, ഇത്രയേ ഉള്ളൂ, തീർന്നു നമ്മുടെ ചിക്കൻ കറി. അപ്പോൾ നമുക്കിത് തിരി കുറച്ച് വെക്കാം. ഹായ് ഫ്രണ്ട്സ്, അപ്പം നമ്മുടെ ചിക്കൻ കറി റെഡിയായി. ഞാൻ ഇളക്കി നോക്കിയായിരുന്നു. അപ്പം നല്ല ഇടയ്ക്ക് നോക്കിയപ്പം നല്ലപോലെ കുറുകി വന്ന്. ഇനി നിങ്ങൾക്ക് ഇതിനെയും കുറുകണമെങ്കിൽ ഇനിയും കുറച്ചുകൂടെ ഇരുന്നാൽ മതി. പക്ഷേ ഇവിടെ ചോറിനൊക്കെ നമുക്ക് ഒഴിച്ച് കറിക്ക് അല്ലെങ്കിൽ ചപ്പാത്തിക്കൊക്കെ ഉപയോഗിക്കണമെങ്കിൽ ഇത്രയും ഗ്രേവി വേണം കേട്ടോ. നല്ല തിക്ക് ഗ്രേവിയാണ് കേട്ടോ. ഇത് മാത്രം മതി നമുക്ക് ചോറുണ്ട് ഉണ്ടോ. നല്ല തിക്ക് ഗ്രേവി, അതുപോലെ നല്ല സൂപ്പർ ടേസ്റ്റുവാ. ചിക്കൻ കണ്ടാൽ തന്നെ നല്ല ഭംഗിയല്ലേ കണ്ടോ. എല്ലാം നല്ല വെന്ത് കറക്റ്റ് പാകത്തിന് ചെറിയ തീയിലിട്ട് വേവിച്ചതാണ്, കുക്കറിലിടാതെ. അപ്പോൾ ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ഇത് ചെയ്ത് നോക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക, വാച്ച് ചെയ്യുക. ഓക്കെ, എല്ലാവരും ദൈവം അനുഗ്രഹിക്കട്ടെ. താങ്ക് യു.
ഗോഡ് ബ്ലെസ് യു ആൾ.